ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സിയാൻഡേജ് റിപ്പോർട്ട് വരുമ്പോൾ ഈ PPE കിറ്റ് കൊള്ള സംബന്ധിച്ചുള്ള അതൊരു ആധികാരിക രേഖയായി മാറുന്നു. പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ അതിന് ബലം ലഭിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്? പ്രതിപക്ഷം ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയെന്ന് വരികയാണോ? അന്ന് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റ് ആണെന്നുള്ള നിലയിലാണ് പിന്നീട് ഡോക്യുമെന്ററി എവിഡൻസോടുകൂടി ഇതെല്ലാം പുറത്തു വരുന്നത്. CNAG എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുന്നതിന് വെച്ചിട്ടുള്ള ഒരു സമിതിയാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ CNAGയുടെ നിഗമനം വെറും പൊള്ളയാണെന്നും കാര്യമില്ലെന്നും വാദിക്കുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ വാദഗതി മാത്രമാണ്. CNAG മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിക്കുന്നതാണ്. ഒരു മഹാമാരി നമ്മളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ കോവിഡിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ജനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതുപോലുള്ള കാര്യത്തിൽ മാതൃകാപരമായ പർച്ചേസ് നടത്താൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ഇങ്ങനെ വളരെ തെറ്റായ നടപടിയിലേക്ക് പോകുന്നത് ശരിയല്ല. മാത്രമല്ല, ചെറിയ രൂപത്തിലല്ല, യഥാർത്ഥ വിലയിൽ നിന്ന് 300 ഇരട്ടി വരെ വിലക്കൂട്ടി വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ബോധപൂർവമായി ഇത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയിട്ടുള്ള വലിയൊരു വാണിജ്യം മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റൂ. ഒരു കാരണവശാലും ഇതിനകത്ത് കണ്ണടച്ചു സാഹചര്യം ഉണ്ടാവരുത്. ഇതിന് മേൽ ശക്തമായ മറ്റ് നടപടികളിലേക്ക് പോകണം എന്നാണ് എന്റെ അഭിപ്രായം. കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു എന്നാണ് കേരളം അവകാശപ്പെട്ടിരുന്നത്. ഇതിവിടെ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കലിന് പ്രാധാന്യം നൽകിയപ്പോൾ സ്വീകരിച്ച നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അധിക തുക നൽകേണ്ടി വന്നത് എന്നതായിരുന്നു ഇതുവരെ ഉയർന്ന ന്യായീകരണം. അതൊന്നും വിലപ്പോകാതെ വരുമോ ഇനി? മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറുപടി പറയണമെന്നൊരാവശ്യം ഇതിനോടകം പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നേരത്തെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ കൂടുതൽ മൂർച്ചയോടുകൂടി ശക്തിയോടുകൂടി ഉയർത്താനാണോ സാധ്യത? സ്വാഭാവികമായിട്ടും ശക്തിയോടുകൂടി ഉയരുമല്ലോ. കാരണം കോവിഡ് കാലത്ത് ഭയപ്പാടോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആളുകളെല്ലാം ഒതുങ്ങിക്കൂടിയ ഒരു സന്ദർഭത്തിൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി ഒറ്റ ആളുകൾ നടത്തിയിട്ടുള്ള ഒരു കൊള്ള ശ്രമം പുറത്തു വന്നപ്പോൾ അതിനോട് നമുക്ക് പോസിറ്റീവായിട്ടും അതിന്റെ എല്ലാ വിഷയങ്ങളും ജനങ്ങൾ അറിയണം എന്നുള്ള നിലപാടും എടുക്കുന്നതല്ലേ യാഥാർത്ഥ്യം വേണ്ടത്. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് കേരളം ഞെട്ടിവിറച്ച സന്ദർഭത്തിൽ ഒരുവട്ടം ആളുകൾ ഇത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതയാക്കി കണ്ടെത്തി എന്നുള്ളതാണ് ഈ കൊള്ളയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശക്തമായ രൂപത്തിലുള്ള നടപടി വേണം. ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട ആളുകൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ. ജനങ്ങൾക്ക് അത് ബോധ്യമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. ഏതായാലും ഈ കൊള്ളക്കെതിരായിട്ടുള്ള വലിയ ഒരു നീക്കം കേരളത്തിലുണ്ടാകണം. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതിപ്പോൾ തിരുവഞ്ചൂർ കുറച്ചുകൂടി വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷം ആദ്യം മുതൽ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ ശരിയെന്ന് തെളിയുന്നു CAG റിപ്പോർട്ടിലൂടെ എന്നതാണ്. ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മറുപടി പറയണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും പ്രതികരണം ഭരണപക്ഷത്തിന്റേതായി ഇതിനോടകം വന്നിട്ടുണ്ടോ? സഭ നടക്കുന്ന സമയം കൂടി ആയതിനാൽ ഇതിനെ പ്രതിരോധിക്കുന്നത് ഭരണപക്ഷത്തെ സംബന്ധിച്ച് കൂടുതൽ ശ്രമകരമാകുമോ? തീർച്ചയായിട്ടും സഭാ സമ്മേളനം നടക്കുന്ന കാലമായത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം ഒരുപക്ഷെ കൂടുതൽ ശക്തമായ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ഒരു അവസരം കിട്ടുക. ഇന്ന് രാവിലെയാണ് സഭയിൽ ഈ റിപ്പോർട്ട് വച്ചത്. ആ സമയത്ത് ഈ CNAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളാണ് KMCയിലുമായി ബന്ധപ്പെട്ട അഴിമതികളും ക്രമക്കേടുകളുമാണ് ആ സമയത്ത് വാർത്തയായത്. പിന്നീടാണ് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായത്. അതാണ് ഇപ്പോൾ നമ്മൾ വാർത്തയായി നൽകുന്നത്. സഭ കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു വാർത്ത പുറത്തു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിലെയും സർക്കാരിന്റെ പ്രതികരണം ആ രീതിയിൽ ലഭ്യമായിട്ടില്ല. ഏറ്റവും പ്രധാനം ഇതിൽ പ്രതികരിക്കേണ്ടത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയാണ്. അവരാണ് ഈ പർച്ചേസിനുൾപ്പെടെ നേതൃത്വം നൽകിയത്. ഈ പർച്ചേസിനെതിരെ പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉന്നയിക്കുമ്പോഴും
വിമർശനം ഉന്നയിക്കുമ്പോഴും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതും കെ ശൈലജയാണ്. പിന്നീട് അവർക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഏതായാലും CPM-നുള്ളിൽ തന്നെ ഈ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട ചില പർച്ചേസുകളുടെ കാര്യത്തിലൊക്കെ കെ ശൈലജയ്ക്കെതിരെ ചില രഹസ്യ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ആ സമയത്ത് ഉയർന്നു വന്നതാണ്. പക്ഷെ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവർക്ക് പിന്തുണയുമായി രംഗത്ത് വരികയായിരുന്നു. ഏതായാലും സിയാൻഡേജ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അത്ര എളുപ്പം ഇനി ഈ വിഷയത്തിൽ CPM-ന് ഒരു പ്രതിരോധം തീർക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ജീവനെ കരുതിയാണ് സ്വാഭാവികമായും ചിലപ്പോൾ അത്തരത്തിൽ പർച്ചേസില്ലാതെ ചില കാര്യങ്ങൾ വാങ്ങേണ്ടി വന്നിരിക്കാം. പക്ഷേ അതിൽ ഇത്രയധികം തുകയുടെ നഷ്ടമുണ്ടായെന്ന് സിയാൻഡേജ് ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന് വ്യക്തമായ മറുപടി പറയാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അതായത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ബാധ്യസ്ഥരായി തീരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും